ഇന്നത്തെ വീഡിയോ കേക്കുകളിൽ എൻ്റെ പേഴ്സണൽ ഫേവറിറ്റായ മെക്സിക്കൻ ടോഫിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള കേക്കാണിത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ടോഫി തയ്യാറാക്കാനായി 200 ml മിഠായി മീറ്റ് ഒരു കുക്കറിലിട്ട് മുങ്ങുന്ന അളവിൽ വെള്ളമൊഴിച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും കേൾപ്പിച്ചെടുക്കുക. തലേ ദിവസമാണ് ഇത് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം നല്ല തണുത്തിരിക്കും. ടോഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കേക്കിൽ ഒഴിക്കാനുള്ള ഒരു മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് 5 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ടോഫി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. യോജിപ്പിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഒരു വിസ്ക് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയാൽ മതി. കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോൾ ഈ കട്ടകളെല്ലാം ഒന്ന് അലിഞ്ഞു വരും. ഇതൊരു അരിപ്പയിലേക്കിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ തരികളൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് അലിഞ്ഞ് വരണം. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ബട്ടറും പഞ്ചസാരയും നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ആവണം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിം ആക്കരുത്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ടോഫി മുഴുവനായും ചേർത്ത് കൊടുക്കാം. ബാക്കി ടോഫി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് കേക്കിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ടോഫി സോസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി മൈദ മിക്സ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. കട്ടകളൊന്നും തന്നെ ഇല്ലാണ്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് 1 നുള്ള് ഉപ്പും 4 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി ബീറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റായി പോകരുത്. ഇനി ഈ ബാറ്ററിലേക്ക് മൈദ മിക്സ് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടോഫി കൊണ്ടുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ മിക്സ് കേക്കിന് നല്ല ഒരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് 8 ഇഞ്ചിൻ്റെ ട്രേയിൽ ഒഴിച്ച് എയർ ബബിൾസൊക്കെ കളഞ്ഞ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30-35 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്കായി കിട്ടും. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒന്ന് തണുത്ത് കാണും. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടും. അരച്ചെടുത്തത് 3ആയി ഡിവൈഡ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ലെയറിൽ ഒഴിക്കാനും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിൽ ഒഴിക്കാനും 1/4 കപ്പ് കേക്ക് വെറ്റ് ചെയ്യാനും എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് വെറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് സോസും 1/2 കപ്പ് ചൂട് പാലും കൂടെ ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/4 കപ്പ് സോസ് കൂടി ചേർത്ത് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫില്ലിങ്സിനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. സിറപ്പ് കൊണ്ട് കേക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രീം കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്ത് സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സോസ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുന്നുണ്ട്.
ഫൈനൽ ലെയറും വെച്ച് കൊടുത്ത് അതും ഒന്ന് വെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. വളരെ ടേസ്റ്റുള്ളൊരു കേക്കാണിത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്